SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക്. Encounter is #1 election channel 24. ബിജെപിയുടെ വിജയയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ഇടതുമുന്നണിക്കും UDF-നുമെതിരെ. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഇടതുമുന്നണിക്കും UDF-നുമെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചു. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും നടത്തിയവരിൽ പ്രധാനികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നായിരുന്നു അമിത്ഷായുടെ ആരോപണം. അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും സജീവമായി അമിത്ഷായുടെ പ്രസംഗത്തിൽ ഉയർന്നു വന്നു. BJP അധികാരത്തിൽ വന്നാൽ ശബരിമല നടത്തിപ്പ് ഭക്തർക്ക് വിട്ടു നൽകും എന്നതായിരുന്നു വാഗ്ദാനം. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വികസനം പ്രധാന മുദ്രാവാക്യമായി ഇടതുമുന്നണി രംഗത്തേക്ക് വരുമ്പോൾ നേരിടാൻ വേണ്ടി BJP തയ്യാറെടുക്കുന്നത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള വിഷയങ്ങളും ശബരിമലയും ഉന്നയിച്ചായിരിക്കുമെന്ന് അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുകയാണ്. സർക്കാരിനും മുന്നണികൾക്കുമെതിരെ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അപായപ്പെടുത്തുമോ ഈ ആരോപണങ്ങൾ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് അമിത്ഷാ ഇന്ന് സംസാരിച്ചത്. ഡോളർ കടത്ത് കേസ് പ്രതിപാദിച്ചായിരുന്നു ചോദ്യങ്ങളെല്ലാം. ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണെന്ന് അമിത്ഷാ പറഞ്ഞു. ശബരിമല വിഷയവും പ്രതിപാദിച്ച അമിത്ഷാ പുതിയ കേരളത്തിനായി BJPക്ക് ഒരവസരം തരണമെന്ന് അഭ്യർത്ഥിച്ചു. LDF और UDF में एक हेल्दी कंपटीशन है, केरल को आगे बढ़ाने की नहीं, भ्रष्टाचार करने की. UDF आता है तो सोलर स्कैम करता है और LDF आता है तो डॉलर गोल्ड स्कैम करता है. ये दोनों में स्पर्धा लगी है स्कैम करने की. मैं आज ये महान समुद्र के किनारे से केरल के मुख्यमंत्री को कुछ प्रश्न पूछना चाहता हूं और ये सार्वजनिक मंच से पूछना चाहता हूं. आपको कल इसका सार्वजनिक रूप से जवाब देना चाहिए. मैं मुख्यमंत्री जी को पूछना चाहता हूं कि डॉलर और सोना तस्करी के मुख्य आरोपी आपकी ऑफिस के आपके अधीन काम करते थे या नहीं करते थे? हाँ या ना? आपकी सरकार ने उनको 1 महीने का 3 लाख का मासिक वेतन दिया था या नहीं दिया था? आप केरल की जनता को बताइए, हाँ और ना. क्या आपके प्रमुख सचिव ने इस कांड के अंदर आरोपी महिला को नकली प्रमाण पत्र के साथ एक महत्वपूर्ण सरकारी योजना में स्थान दिया था या नहीं दिया था? आप जवाब दीजिए, हाँ और ना. പുതിയ കേരളം മോദിക്കൊപ്പം എന്നതാണ് NDAയുടെ പ്രചാരണ വാക്യം. അലക്സറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഇന്ന് ഈ വിജയയാത്രയുടെ സമാപന ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം വിശദീകരിക്കാൻ. അലക്സ്, എന്തൊക്കെ കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു അമിത്ഷായുടെ പ്രസംഗം? ഏതൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു? പ്രധാനമായും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വയ്ക്കുന്ന ക്യാമ്പയിൻ അത് ഏതൊക്കെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ശംഖുമുഖത്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആദ്യം പാർട്ടിയിലേക്ക് വന്ന മെട്രോമാൻ E. ശ്രീധരനെ പുകഴ്ത്തി സംസാരിച്ച് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ആനയിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു. മാത്രമല്ല BJPയിൽ എത്തിയാൽ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് എത്തിയതെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നത്. പ്രധാനമായും ഇരു മുന്നണികൾക്കുമെതിരെ അഴിമതി ആരോപണമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നയിച്ചത്. UDF-ന്റെ കാലത്ത് സോളാർ അഴിമതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ LDF സർക്കാരിന്റെ കാലത്ത് ഡോളർ കടത്തും അതുപോലെ സ്വർണ്ണ കള്ളക്കടത്തുമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനോട് അദ്ദേഹം 3-4 ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും കാതലായ ഭാഗം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആമുഖമായി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തന്റെ കയ്യിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ നിരവധിയുണ്ട്, അതിന്റെ തെളിവുകളുമുണ്ട്. പക്ഷേ താൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഈ സമുദ്രത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി മറുപടി പറയണം എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമായും അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഡോളർ കടത്തു കേസിലെ മുഖ്യപ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ആളാണോ അല്ലയോ എന്ന് തുറന്നു പറയണം എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. മാത്രമല്ല പ്രതിക്ക് വലിയ ശമ്പളത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതിക്ക് വലിയ ശമ്പളത്തിൽ ജോലി തരപ്പെടുത്തി നൽകിയത് ആരാണ് എന്ന് തുറന്നു
പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യാജ ബിരുദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സർക്കാർ തൊഴിൽ നൽകിയത് ശരിയാണോ അല്ലയോ എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയണം എന്ന് വ്യക്തമാക്കി. മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതിയെ സർക്കാർ ചെലവിൽ വിദേശയാത്രയിൽ അനുഗമിച്ചോ ഇല്ലയോ, ഇവർ അനുഗമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും വ്യക്തമാക്കണമെന്ന് അമിത്ഷാ ഈ പൊതുവേദിയെ സാക്ഷി നിർത്തി ചോദിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ നിത്യ സന്ദർശിക്കുകയായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം എന്ന് അമിത്ഷാ പറഞ്ഞു. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ചപ്പോൾ കസ്റ്റംസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസിൽ ഇടപെട്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. അന്വേഷണത്തിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല, അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന അന്വേഷണത്തിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം നിരവധി കാര്യങ്ങളാണ് ചോദിച്ചത്. മാത്രമല്ല ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. ഈ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാകില്ല. സുതാര്യമായി മുഖ്യമന്ത്രി മറുപടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും ഒക്കെ നടപടികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാനും വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു. അതായിരുന്നു സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ BJP ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള സംഭവങ്ങൾ തന്നെയാണ് എന്ന് പ്രകടമായി മനസ്സിലാക്കി തരുന്നതായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. ഗോപി, നിസ്സംശയം അങ്ങനെ തന്നെ പറയാം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളായി ED-ക്കെതിരെയും അതുപോലെ തന്നെ കസ്റ്റംസിനെതിരെയും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല സംസ്ഥാന മന്ത്രിമാർ, ധനമന്ത്രി അടക്കമുള്ളവർ ED-ക്കെതിരെയും കസ്റ്റംസിനെതിരെയൊക്കെ രംഗത്ത് വന്നൊരു സാഹചര്യവും ഉണ്ടായി. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സർക്കാർ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു. കിഫ്ബിക്കെതിരെ ഇവർ പ്രവർത്തിക്കുന്നു എന്നെല്ലാമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച വാദം. മാത്രമല്ല തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇടതു സർക്കാർ ഉയർത്താൻ സാധ്യതയുള്ള വിഷയം വികസനം തന്നെയാണ്. കിഫ്ബിയെ മുൻനിർത്തി കഴിഞ്ഞ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. മാത്രമല്ല ഈ വിവാദങ്ങൾക്ക് ചുവട് പിടിക്കേണ്ട എന്നും മന്ത്രിസഭയും സർക്കാരും ഒരു നടപടി അതല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന ഈ വിജയയാത്രയുടെ സമാപന യോഗത്തിൽ ഉണ്ടായത്. കാരണം നിരവധി ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും അതുപോലെ ഡോളർ കടത്ത് കേസും സജീവമായി തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടാൻ BJP സന്നദ്ധമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല ശബരിമല വിഷയം വലിയൊരു വിഷയമായി തന്നെ ഉയർന്നു വരും. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട BJP മാത്രമായിരുന്നു ഭക്തർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. ഭക്തരെ എതിർക്കുന്ന നിലപാടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ സ്വീകരിച്ചത്. അക്കാലത്ത് മൗനം പാലിച്ചവരായിരുന്നു കോൺഗ്രസുകാർ എന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല അഴിമതിയുടെ കാര്യത്തിൽ ഇരു മുന്നണികളും ഒരുപോലെയാണെന്ന് വ്യക്തമാക്കുന്നു. അക്രമങ്ങളുടെ നാടായി, രാഷ്ട്രീയ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും നാടായി കേരളം മാറിയെന്ന് പറയുന്നു. മൊത്തത്തിൽ ഈ കോവിഡ് വാക്സിനേഷൻ അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സർക്കാരിന്റെ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്, കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ അതിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് അമിത്ഷാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൃഹത്തായ ഒരു വാക്സിനേഷൻ രാജ്യം സാക്ഷ്യം. ശരി അലക്സ്, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമിത്ഷായുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയമാണ്. ശബരിമല വിഷയത്തിൽ ഒരു നിയമനിർമ്മാണ സാധ്യതയും അതിന്റെ കരട് പുറത്തുവിട്ടുകൊണ്ടും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്താൻ UDF ഓൾറെഡി ശ്രമിച്ചിട്ടുണ്ട്. അവരതിലേക്ക് കടന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമായപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ UDF ആണെന്ന് വ്യക്തവുമാണ്. ശബരിമല വിഷയത്തിൽ ഇതിൽ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിട്ടില്ലാത്തവരുടെ കേസുകൾ എഴുതിത്തള്ളാൻ സർക്കാർ തീരുമാനിച്ചതുമാണ്. വീണ്ടും ശബരിമല വിഷയത്തിൽ തൊട്ട് തന്നെ പ്രചാരണം നടത്താം എന്നാണോ BJP കണക്ക് കൂട്ടുന്നത്? ശബരിമല വിഷയത്തിൽ ഇന്ന് അമിത്ഷാ ഭക്തർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഏത് നിലയ്ക്കായിരിക്കും ശബരിമല വിഷയത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പട്ടികയിൽ BJP ഉൾപ്പെടുത്തുക? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം അങ്ങനെ പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് അമിത്ഷായുടെ വാക്കുകൾ. കാരണം BJP സജീവമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമായിരിക്കും ശബരിമല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം ഇരു മുന്നണികളെയും ശബരിമലയുമായി ബന്ധപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു. കാരണം നേരത്തെ തന്നെ ഗോപി സൂചിപ്പിച്ചതുപോലെ UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കം ശബരിമലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം കൊണ്ടുവരും, അതിനുള്ള കരട് തയ്യാറാക്കുമെന്നെല്ലാം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല അതൊരു സജീവ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നതും UDF ആയിരുന്നു, ഉമ്മൻചാണ്ടി ആയിരുന്നു. പക്ഷേ ഈ വിഷയം
വിഷയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിനുള്ള ശ്രമം അത് BJP-യുടെ ഭാഗത്തു നിന്ന് NDA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് CPM സർക്കാരാണ് ശബരിമലയിൽ ഭക്തർക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. ഭക്തരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ സർക്കാരായിരുന്നു കേരളം ഭരിച്ചത്. ആ കാലത്ത് കോൺഗ്രസുകാർ മിണ്ടിയില്ല, കോൺഗ്രസുകാർ മൗനം പാലിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആ സമയത്ത് പോലും BJP ആണ് ഭക്തർക്കൊപ്പം നിന്നത്. BJP സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തർക്ക് അനുകൂലമായ നിലപാട് തന്നെയായിരിക്കും ശബരിമലയിൽ സ്വീകരിക്കുക എന്ന് അമിത്ഷാ പരസ്യമായി പറഞ്ഞു. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നിയമനിർമ്മാണമാണോ ഓർഡിനൻസിലൂടെയാണോ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപി. ശരി, അലക്സറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും B. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരും. ഇതിന്റെ BJP എങ്ങനെയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്? പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ച് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി പെരുമാറുകയാണ്. അതിന് നിന്നുകൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കിട്ടില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾക്കെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അതിലെ അതൃപ്തി അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതേ വിഷയങ്ങളിൽ ഊന്നി തന്നെയായിരിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA പ്രചാരണം നടത്താൻ പോകുന്നത്? ഇതിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയെന്ന കണക്കുകൂട്ടലാണോ BJPക്കുള്ളത്? അമിത്ഷായുടെ പ്രസംഗം ഇതിനുള്ള ചൂണ്ടുപലകയാണോ? ഈ വിഷയം നമുക്ക് ആഴത്തിൽ പരിശോധിക്കണം. B. ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, സ്ട്രാറ്റജിയാണോ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അമിത്ഷായുടെ പ്രസംഗത്തിലൂടെ എന്ന് നമുക്ക് പരിശോധിക്കാൻ B. ദിലീപ് കുമാർ ഉണ്ട്. ദിലീപ്, ശബരിമല വിഷയം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല മാറ്റി നിർത്തിയാൽ സ്വർണ്ണക്കടത്തും അനുബന്ധ വിഷയങ്ങളും ഈ ജനവിധിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുമെന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് ഇതല്ല ഇനിയിപ്പോൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയം നിയമസഭയിലേക്ക് എന്ന ഒരു ധാരണ BJPയിൽ ഉണ്ടായതായി തോന്നിപ്പിച്ചിരുന്നു. അങ്ങനെയല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയായി സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നി തന്നെ പ്രചാരണം നടത്താൻ BJP തയ്യാറെടുത്തിരിക്കുന്നു. അതൊരു സ്ട്രാറ്റജിയായി, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി BJP മുന്നോട്ട് വയ്ക്കുന്നു എന്നാണോ ഇന്ന് അമിത്ഷാ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, ഇന്നത്തെ അമിത്ഷായുടെ പ്രസംഗം വളരെ സുവ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർക്കാരിനെതിരായി ഉന്നയിക്കാൻ പോകുന്ന ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും ഒക്കെ തന്നെയാണ് എന്ന കാര്യം അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും CBIയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാൻ ശ്രമം നടത്തുകയാണ് എന്ന് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ആരോപിക്കുന്നതിനിടെയാണ് ഈ കാര്യത്തിൽ, അതായത് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചന കൂടി ഇന്ന് അമിത്ഷാ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ അലക്സ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതുപോലെ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് ജോലി നൽകിയത് അടക്കമുള്ള അതോടൊപ്പം തന്നെ വിദേശയാത്രയ്ക്ക് ഇവരെ അനുഗമിച്ച ഈ മുഖ്യപ്രതിക്ക് സർക്കാർ പണം ചെലവഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാർ ഒരു കുറ്റം ചെയ്തു എന്ന പ്രതീതിയിലേക്ക് എത്തിക്കുകയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ആ വഴിയിലുള്ള അന്വേഷണത്തിന് അവർക്ക് പ്രോത്സാഹനം നൽകത്തക്ക തരത്തിലുള്ള വാക്കുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, ശബരിമല വിഷയ കാര്യത്തിൽ സർക്കാരല്ല ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്, വിശ്വാസികളാണ് എന്ന കാര്യം കൂടി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഇവ മാറുന്നു എന്നത് ഒരു വശത്തൊരു കാര്യം. മറ്റൊന്ന്, ഈ സഖ്യകക്ഷികളുടെ എല്ലാം നേതാക്കളെ ഈ വേദിയിൽ അണിനിരത്താനായിട്ടുണ്ട്. പുതുതായി സഖ്യകക്ഷിയായി വീണ്ടും CK ജാനു വരുന്നു. അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം എന്ന സന്ദേശം കൂടി അമിത്ഷാ NDA നേതാക്കൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി ദിലീപ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ ഈ 5 വർഷക്കാലം നടപ്പാക്കിയതിൽ മാത്രം നിന്നുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചാൽ മതി എന്നതാണ് ഇടതുമുന്നണി പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. ഇനി അത് പറ്റില്ല. ഈ ഇത്ര ശക്തമായി NDA ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് മാത്രമല്ലേ ഇടതുമുന്നണിക്ക് അവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ? ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ?
തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ, അതായത് സർക്കാരിനെ ഇപ്പോൾ പ്രതിരോധത്തിൽ നിർത്തിയിട്ടുള്ള വിവാദ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ വികസന കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് കൂടുതലായി നടന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി ഇന്ന് അമിത്ഷാ പറഞ്ഞു. മാത്രമല്ല, സംസ്ഥാന സർക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, സ്വന്തം നിലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയവയുടെ പട്ടിക നിരത്താമോ എന്നും അമിത്ഷാ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തു. അതായത് സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടം BJPക്ക് ലഭിക്കുക, അതോടൊപ്പം തന്നെ ഈ വിവാദ വിഷയങ്ങൾ ഉയർത്തി ആ കാര്യത്തിലും BJPക്ക് അനുകൂലമായ ഒരു തരംഗം വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കുക, ഇതാണ് അമിത്ഷായുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയാവുന്നത്. ഗോപി. ദിലീപ്, സ്വാഭാവികമായും ഇനി നമ്മുടെ മുന്നിലുള്ള ചില സംശയങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഡോളർ കടത്ത് തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ അനുബന്ധ നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. കാരണം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലുണ്ട്. കാരണം 164 സ്റ്റേറ്റ്മെന്റ് പ്രകാരം നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയുടെ വിവരങ്ങളാണ് അതിനകത്തുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്, 3 മന്ത്രിമാർക്കെതിരെയുണ്ട്, സ്പീക്കർക്കെതിരെയുണ്ട്. സ്വാഭാവികമായും ഒരു അന്വേഷണ ഏജൻസിക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ കർക്കശമായ അല്ലെങ്കിൽ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാവുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും ദിവസങ്ങളിൽ കടക്കുമെന്നൊരു അനുമാനം ഈ ഘട്ടത്തിൽ അതിന് പ്രസക്തിയുണ്ടോ? ഗോപികൃഷ്ണൻ, ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ കസ്റ്റംസിൻ്റെ റിപ്പോർട്ട് ഡോളർ കടത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുണ്ട് എന്ന മൊഴി ഈ കേസിലെ മുഖ്യപ്രതി നൽകിയിട്ടുണ്ട് എന്ന കസ്റ്റംസിൻ്റെ വെളിപ്പെടുത്തൽ, ഇതൊക്കെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം തിരുവനന്തപുരത്തെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൂടിയാണ് ഇന്ന് പരസ്യമായി തന്നെ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ വിവിധ സ്വർണ്ണക്കടത്ത് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവിധ ചോദ്യങ്ങളാണ് ഇന്ന് അമിത്ഷാ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി മറുപടി പറയണം, അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള മറുപടി നൽകണം, അത് കേരള ജനതയ്ക്ക് മുന്നിൽ മറുപടി പറയണം എന്ന് അമിത്ഷാ വ്യക്തമാക്കിയതോടുകൂടി അന്വേഷണ ഏജൻസികൾക്കും അവരുടെ അന്വേഷണ രീതിയുമായി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി പത്രം കൂടി നൽകുകയാണ് അമിത്ഷാ ചെയ്തത് എന്നതിനാൽ വരും ദിവസങ്ങളിലേതായാലും സംസ്ഥാന സർക്കാരിനും LDFനുമൊക്കെ സങ്കീർണമാകത്തക്ക തരത്തിലുള്ള നടപടികൾ ഒരുപക്ഷെ ഈ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗോപി. ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ്. ഇന്നിപ്പോൾ അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ, മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ എന്തിലൊക്കെ ഊന്നുന്നു എന്ന കാര്യങ്ങൾ വിശദീകരിച്ചത്. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള വിവാദ വിഷയങ്ങളെ തൊട്ട് തന്നെയായിരിക്കും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന സൂചന വ്യക്തമായി അമിത്ഷാ നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം കൂടുതൽ കർക്കശമായ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന അനുമാനവും ഈ സമയത്ത് പ്രസക്തമാണ്. അതിനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ കൂടി അമിത്ഷായുടെ ഇന്നത്തെ പരാമർശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഏത് തരത്തിലായിരിക്കും ഈ വിഷയങ്ങളോട് ഇനി ഇടതുമുന്നണി പ്രതികരിക്കുക, എങ്ങനെയായിരിക്കും പ്രധാന പ്രതിപക്ഷമായ UDF ഈ വിഷയങ്ങളെ സമീപിക്കാൻ പോകുന്നത്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ള നിലപാടും സമീപനവും തന്നെയായിരിക്കുമോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ഇവിടെ സ്വീകരിക്കാൻ പോകുന്നത്? അതല്ല BJPയുടെ അതേ ലൈനിൽ തന്നെ ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിരിക്കുമോ UDF ശ്രമിക്കുക? ഏതായാലും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു സംസ്ഥാനത്ത്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമ്പോൾ ശക്തമായ ഒരു റെസിസ്റ്റൻസ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായും ഉണ്ടാകും. ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയമായി പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. കോൺഗ്രസിൻ്റെ പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് എൻകൗണ്ടറിൽ നമുക്ക് അതിഥിയായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടത് പക്ഷത്തെ പ്രതിനിധീകരിച്ച് അതോടൊപ്പം തന്നെ BJPയുടെ പ്രതിനിധിയും അല്പസമയത്തിനകം നമുക്കൊപ്പം ഈ ചർച്ചയിൽ ഭാഗമാകും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കൾ ഇന്ന് ഇപ്പോൾ അമിത്ഷാ നടത്തിയ ഈ പ്രസംഗം കണ്ടല്ലോ. സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെട്ട പ്രതികളായ പ്രധാനികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരല്ലേ? ആരാണ് ഇതിലെ മുഖ്യപ്രതിക്ക് ലക്ഷങ്ങൾ ശമ്പളം നൽകി ഒപ്പം നിർത്തിയത് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോക്കിനെ അമിത്ഷാ ന്യായീകരിച്ചിരിക്കുന്നത്. ഇതിനെ UDF കോൺഗ്രസ് എങ്ങനെ കാണുന്നു?
തീർച്ചയായിട്ടും ഗോപി, ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുവാൻ പോകുന്ന ഒന്ന് അമിത്ഷായുടെ ആരോപണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം കേരളം പോലെയൊരു സംസ്ഥാനത്ത് മതേതരത്വത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന, അതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയും വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസവുമുള്ളൊരു സമൂഹത്തിൽ അമിത്ഷാ നടത്തുന്ന അത്തരം പ്രസ്താവനകൾക്കോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി കേരളത്തിൻ്റെ പൊതുസമൂഹം നൽകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളത്തിൽ കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിധി എഴുതുവാൻ പോകുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുമെങ്കിലും പക്ഷേ അവരുടെ പാർട്ടിക്ക് കേരളത്തിൽ വലിയൊരു സ്വാധീനമില്ലാത്തതുകൊണ്ടോ കേരളത്തിലെ ഒരു പേഴ്സൻറ്റേജുകളെ പറ്റിയിട്ടാണ് ഇപ്പോഴും BJP സംസാരിക്കാറുള്ളത്. അല്ലാതെ ഞങ്ങൾ സീറ്റ് ജയിക്കും എന്ന് പറയുന്നതിനപ്പുറം യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുമ്പോൾ ഇത്ര ശതമാനം വോട്ട് കിട്ടി അല്ലെങ്കിൽ ഇത്ര ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞതുകൊണ്ട് ഞങ്ങളവരെ കാര്യമായി എടുക്കുന്നില്ല. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിനകത്ത് കൃത്യമായിട്ട് ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ എന്താ ഓഡിറ്റ് ചെയ്യുക? കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യമുണ്ടോ എന്നൊക്കെ കണ്ടറിയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇടതുപക്ഷ മുന്നണിയുടെ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, ഇവിടെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള കുറ്റാരോപണങ്ങളാണ് ഈ സംസ്ഥാന സർക്കാരും ഈ സർക്കാരിൻ്റെ ചീഫ്, അവരുടെ ഭാഷയിൽ ക്യാപ്റ്റൻ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഹുൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ ചെന്ന് അഭിഭാഷകരുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയാണ്, തനിക്കും തൻ്റെ കുടുംബത്തിനുമെതിരെ അവർ ഭരണം അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചോ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമ്മൾ ഒരു പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ കേരള ജനത തയ്യാറായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രതിരോധം തീർത്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രംഗത്ത് വരുന്നത്. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും കസ്റ്റംസ് ആയാലും ഈ നടപടികളൊക്കെ ഇതൊന്നും സുതാര്യമല്ലാത്തതും ഇതൊക്കെ ഈ സർക്കാരിനെ ലക്ഷ്യം വെച്ചുള്ളതും രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതുമാണ്, ഇതിനെ നേരിടും എന്ന നിലപാടാണ് ഇടതു മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഈ EDയുടെ അന്വേഷണം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങൾ വളരെ മുൻപേ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ 2019 ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഒരു ആരോപണത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്ക് മേൽ അന്വേഷണവുമായി വരുന്നത് സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ NDA പറയുന്ന അവരുടെ മുഖ്യ പ്രചാരണമാകുന്ന ഈ വിഷയത്തിൽ നിങ്ങളും ഒപ്പം ചേരുമോ, അതല്ല ഇത് സംശയിക്കപ്പെടേണ്ടതാണെന്ന ഒരു നിലപാടിൽ നിങ്ങൾ നിൽക്കുമോ? ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സർക്കാരുകളെ വേട്ടയാടുന്നുണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധിയെ തന്നെ വേട്ടയാടുന്നൊരു സമീപനം ഉണ്ടാകുന്നുണ്ട്. അതും കേരളത്തിലെ സാഹചര്യവും തമ്മിൽ വ്യത്യാസമില്ലേ ശ്രീ ഗോപി? നിങ്ങൾ പറയൂ, ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിനകത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്ത് നടത്തി അല്ലെങ്കിൽ ഡോളർ കടത്ത് നടത്തി കള്ളക്കടത്ത് നടത്തി എന്ന ആരോപണം നേരിടുന്ന വേറൊരു മുഖ്യമന്ത്രി ഉണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്? ഏതെങ്കിലും ഒരു പ്രതിപക്ഷ ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അപ്പോ ഒരു അഴിമതി ആരോപണ വിഷയം, അഴിമതി ആരോപണം അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതേ വെയിറ്റേജ് ഉള്ള മറ്റെന്തെങ്കിലും ഒരു വിഷയമാണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു പ്രതികാര നടപടിയാണ് എന്ന് പറയാം. ഇവിടെ SLC ലാവ്ലിൻ, ആ ലാവ്ലിൻ കേസിൽ എത്ര തവണയാണ് നീട്ടിവെക്കലും ഒക്കെ ആയിട്ട് ആ കേസ് അഡ്ജസ്റ്റ്മെന്റുകളുമായിട്ട് പോകുന്നത്? ഞങ്ങളുടെയും പരാതി അത് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് CPM-ഉം BJP-യും തമ്മിൽ ഒരു ഒത്തുകളി ഫോർമുല രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാ അന്വേഷണ ഏജൻസികളും വന്നത് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല അന്വേഷണ ഏജൻസികൾ വന്നത്. വളരെ സ്വാഭാവികമായിട്ട് ഒരു സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നു. ആ സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ വാല് പിടിച്ചുകൊണ്ടാണ് രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും, ശ്രീ ഗോപി മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ NIA സംഘം അന്വേഷണം നടത്തുന്നുണ്ടോ? ഇവിടെ എല്ലാ അന്വേഷണ ഏജൻസികളും വന്നില്ലേ? CBI ഇവിടെയുണ്ട്, NIA ഇവിടെയുണ്ട്, NCB ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയുടെ ഉന്നത നേതാവിനെ എൻ്റെ മകനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, കസ്റ്റംസ് ഇവിടെ ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, വിജിലൻസ്. ഇനി ആരാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയനെ ഓഡിറ്റ് ചെയ്യാത്തതായിട്ട്? നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള NCC കുട്ടികൾ ഒഴിച്ച് ബാക്കി യൂണിഫോം ഇടുന്നതും യൂണിഫോം ഇടാത്തതുമായിട്ടുള്ള മുഴുവൻ ഏജൻസികളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ എന്ത് തരം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്? അല്ല, ശരി രാഹുൽ, ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ അന്വേഷണ ഏജൻസികളൊക്കെ നാളിതുവരെ നടത്തിയ അന്വേഷണത്തിൽ കോൺക്രീറ്റായി എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഡോളർ കടത്ത് ആര് കടത്തി, എപ്പോൾ കടത്തി, എവിടെ കടത്തി,
ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, സ്പീക്കർക്ക് പങ്കുണ്ട്, മന്ത്രിമാർക്ക് പങ്കുണ്ട്. ഇതാരാണ് പറയുന്നത്? ഈ കേസിലെ പ്രതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് മാത്രമാണത്. അതും ഡിസംബർ 3-ാം തീയതി കൊടുത്തത്. ഇതുവരെ അതിൽ ഒരടി കൂടുതലായി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ, ഒരു ഇഞ്ച് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കസ്റ്റംസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവരുടെ സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആ സത്യവാങ്മൂലത്തിന്റെ അവസാനം 10-ാം പാരഗ്രാഫിൽ പറയുന്നത് ഇതൊക്കെ തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ ഇത് പറഞ്ഞിട്ടുള്ള പ്രതിക്ക് മാത്രമാണ് ഉള്ളതെന്നാണ്. അതായത് ആ തെളിവുകൾ മാത്രമേ ഞങ്ങളുടെ കൈവശമുള്ളൂ. പ്രതി പറഞ്ഞു, തെളിവുകളെല്ലാം പ്രതി കൊണ്ടുവരണം എന്നതാണ്. അപ്പോൾ സ്വർണ്ണക്കടത്താകട്ടെ, ഡോളർ കടത്താകട്ടെ, ഖുറാൻ കൊണ്ടുവന്ന സംഭവം എന്ന വിവാദമാകട്ടെ, ഈത്തപ്പഴം കൊണ്ടുവന്നു എന്ന് പറയുന്ന വിവാദമാകട്ടെ, ഇതിലൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തി എന്ന ഒരു സുപ്രധാനമായ ചോദ്യമുണ്ടല്ലോ. അതിൽ പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത്? രണ്ട് കാര്യം. ഒന്ന്, അന്വേഷണ ഏജൻസി പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള അന്വേഷണ ഏജൻസികൾ വന്നിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മൾ 164 പോലെ ഒരു മൊഴിയെ 164 അതിന് നമുക്ക് വളരെ ലാഘവത്തോടു കൂടി എടുക്കാൻ കഴിയുമോ? 164 ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളും ആരോപിക്കുന്നത്. ഈ സർക്കാരും BJPയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമല്ലേ ഇത്? ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ അതിന്റെ സാങ്കേതികത്വവും അതിന്റെ പ്രയോറിറ്റിയും ഒന്നും അറിയാൻ പാടില്ലാത്തയാളല്ലോ ശ്രീ ഗോപി. രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾ അഭിഭാഷകനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിയമവിദഗ്ധർ അല്ല, ഒരു മിനിറ്റ്, താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിയമവിദഗ്ധർ പറയുന്നു. അല്ല, ഞാൻ ഇതിനകത്ത് ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് സൈഡ്സ്, പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിയമവിദഗ്ധർ പറയുന്നു ഈ സ്വർണ്ണക്കടത്ത് കേസിലെ അല്ലെങ്കിൽ ഡോളർ കടത്ത് കേസിലെ പ്രതിയാക്കപ്പെട്ട ഒരാൾ ക്രെഡൻഷ്യൽസ് ഉള്ള അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വിറ്റ്നസ്സായി അവരെ പരിഗണിക്കാൻ കഴിയില്ല എന്ന്. ഞാൻ പറഞ്ഞതല്ല, ലീഗൽ എക്സ്പേർട്സീസ് അവരെ പരിഗണിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെയുള്ള ഒരാൾ നൽകിയിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റിന്റെ ബലത്തിൽ ഒരു കേസ് തെളിയിക്കപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, നിയമവിദഗ്ധർ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാൻ ശ്രീ ഗോപി സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിനു മുമ്പുള്ള പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്? ഒരു മജിസ്ട്രേറ്റ് 164 എടുക്കുന്നതിന് മുമ്പ് പല ആവർത്തി ആ 164 കൊടുക്കുവാൻ വരുന്ന ആളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കും. ആ 164 സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ എന്ന് മജിസ്ട്രേറ്റിന് ബോധ്യമാകുന്നത് വരെ അത് ബാഹ്യമായ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേരണയുടെ ഭാഗമായിട്ടല്ല ആ മൊഴി നൽകുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഒരു മജിസ്ട്രേറ്റ് 164 സ്വീകരിക്കുകയുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് 164 സ്റ്റേറ്റ്മെന്റ് അത് പ്രതിയായിക്കോട്ടെ, സമൂഹത്തിൽ യാതൊരു വിധമായ ക്രെഡൻഷ്യലും ഇല്ലാത്ത ഒരാളാണെന്ന് തന്നെ വെച്ചോളൂ, അങ്ങനെ ഒരാളായിക്കോട്ടെ. അപ്പോൾ ആ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള പ്രൊസീജിയർ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ 164 തെളിവാണ് എന്ന് ഞാനും പറയുന്നില്ല. പ്രതിപക്ഷ നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹവും ആരോപിക്കുന്നില്ല 164 തെളിവാണ് എന്ന്. പക്ഷേ 164 സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയൊക്കെയാണോ പരാമർശമുള്ളത് ആ ആളുകളെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്തിട്ടാണ് എവിഡൻസുകൾ, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസുകളിലേക്ക് കണക്ട് ചെയ്യുവാനായിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടാകണമെങ്കിൽ, റഫറൻസുകൾ ഉണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ 164 സ്റ്റേറ്റ്മെന്റിൽ ആരെ പറ്റിയൊക്കെ പരാമർശമുണ്ടോ ആ പരാമർശിക്കപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യണം. ഞങ്ങളുടെ ചോദ്യവും അത് തന്നെയാണ്. കസ്റ്റംസ് ഡിസംബർ 3-ാം തീയതി 2020 ഡിസംബർ 3-ാം തീയതി ഇങ്ങനെ ഒരു 164 സ്റ്റേറ്റ്മെന്റിന്റെ റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം ഇന്നത്തെ ദിവസം വരെ അതിൽ വളരെ ഡയറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ, അതുപോലെ തന്നെ കേരളത്തിന്റെ സ്പീക്കർ, 3 മന്ത്രിമാർ എന്ന് വളരെ ഡെഫിനറ്റ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് ആ വ്യക്തി പറയുകയാണ്, സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ചെറിയ ആരോപണം വല്ലതും ആണോ? ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻസ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അതായത് UAE കോൺസുൽ ജനറലിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഏറ്റവും ഹീനമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചു എന്ന് ഒരാരോപണം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുവാൻ കസ്റ്റംസ് തയ്യാറാകാത്തത്? അവിടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് ഞാൻ രണ്ട് ആരോപണങ്ങളാണ്. ഒന്ന് ഗുരുതരമായ ആരോപണം ഉണ്ട്, പ്രതി പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. അതായത് എന്തുകൊണ്ടാണ് BJPയും CPMും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 164 കൊടുത്തതിന് ശേഷം ഒരു ചോദ്യം ചെയ്യലും ഈ സംസ്ഥാനത്തിനകത്ത് നടന്നിട്ടില്ല. ഇത് വിവാദമായതിനു ശേഷമാണ് സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്തു എന്ന് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിയുന്നു. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, BJP ഇങ്ങനെയാണോ പ്രതിപക്ഷ പാർട്ടികളോടും അല്ലെങ്കിൽ BJP ഇതര ഗവൺമെന്റുകളോടും വെച്ചു പുലർത്തുന്ന സമീപനം? DK ശിവകുമാർ ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ തുടർച്ചയായി എത്ര തവണയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്? എത്ര ദിവസമാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന P. ചിദംബരം പിണറായി വിജയനേക്കാളൊക്കെ പോർട്ട്ഫോളിയോയിൽ എത്രയോ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നയാളായിരുന്നു.
ആ പി ചിദംബരത്തെ ഇവർ 100 ദിവസത്തിലധികം പിടിച്ചു ജയിലിലിട്ടില്ലേ? ഇവർ എത്ര തവണ ചോദ്യം ചെയ്തു? അദ്ദേഹത്തിന്റെ മകനെ ചോദ്യം ചെയ്തില്ലേ? ലല്ലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്തില്ലേ? ഈ രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളോടും BJP ഇതര പാർട്ടികളുടെ നേതാക്കന്മാരോടും ഗവൺമെന്റുകളോടും രാഹുൽ, അവരെ ചോദ്യം ചെയ്തതിനെതിരൊക്കെയാണല്ലോ നിങ്ങളുടെ പ്രൊട്ടസ്റ്റ്. പക്ഷെ നിങ്ങൾ ഇവിടെ അത് ന്യായീകരിക്കുന്നു. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എവിടെയാണ് സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ബാക്കി എല്ലാ അഴിമതി കേസുകൾ BJP ഗവൺമെന്റ് ഫ്രെയിം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ആരോപണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത്. ശരി, ഏതായാലും ഞാനൊരു ചെറിയ ഇടവേള എടുക്കേണ്ട സമയമാണ്. BJP പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇടത് ചിന്തകനായിട്ടുള്ള, ഇടത് നിരീക്ഷകനായിട്ടുള്ള ശ്രീ ഫക്രുദ്ദീൻ അലിയും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഇന്ന് അമിത്ഷാ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഗുരുതരമായ ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് മുന്നണിയെ അപായപ്പെടുത്തുമോ എന്നാണ്. എൻകൗണ്ടർ തുടരും. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം എൻകൗണ്ടർ പരിശോധിക്കുന്നു. അമിത്ഷാ ഇന്ന് നടത്തിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അപായപ്പെടുത്തുമോ ഇടത് മുന്നണിയെ ഈ ആരോപണങ്ങൾ എന്ന്. അഡ്വക്കേറ്റ് ജയസൂര്യനാണ് BJP പ്രതിനിധീകരിച്ച് എൻകൗണ്ടറിൽ ഇന്ന് അതിഥിയായിട്ടുള്ളത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുഖ്യ വിഷയം സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അനുബന്ധ വിവാദങ്ങളുമാണോ? അത് മാത്രമല്ല, അതിപ്പോൾ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. മുഖ്യ വിഷയം തന്നെ ശബരിമല വിഷയമുണ്ട്. മുഖ്യ വിഷയം എന്നുള്ളത് ശബരിമല വിഷയവും ഈ അഴിമതികളും തന്നെയാണ്. അതോടൊപ്പം തന്നെ വികസനം എന്ന പേരിൽ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ് നടത്തിയ വികസനമാണോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളെ പേരുമാറ്റി കേരള ഗവൺമെൻറ് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതല്ലേ എന്നുള്ളത് മുഖ്യ വിഷയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ, അഴിമതി, കേന്ദ്ര പദ്ധതികളുടെ പേരുമാറ്റൽ, ശബരിമല പോലെയുള്ള ആചാര ലംഘനത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കുന്ന തോതിലുള്ള വൻതോതിലുള്ള ഭരണ അധികാര ദുർവിനിയോഗം, ഇതൊക്കെ തന്നെ മുഖ്യ വിഷയമായി ഈ അഡ്വക്കേറ്റ് ജയസൂര്യൻ, അപ്പോൾ മുഖ്യ വിഷയങ്ങളിൽ ഒന്ന് സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്തും അനുബന്ധ വിവാദങ്ങളുമാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തുടർ നടപടികൾ, ഇപ്പോൾ ഡോളർ കടത്ത് കേസിലാണ് ഈ മുഖ്യമന്ത്രിയുടെയും 3 മന്ത്രിമാരുടെയും സ്പീക്കറുടെയും ഒക്കെ അറിവും അനുമതിയും ഒക്കെ ഇതിനുണ്ടായിരുന്നു എന്ന ഈ കേസിലെ പ്രതിയുടെ ഒരു 164 സ്റ്റേറ്റ്മെന്റ് സത്യവാങ്മൂലമായി കസ്റ്റംസ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഈ കേസുകളിലെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തുടർ നടപടികൾ എത്ര കാലഘട്ടം എടുക്കുമെന്നുള്ളത് അന്വേഷണ ഏജൻസികൾക്ക് മാത്രമേ പറയാൻ കഴിയൂ. അല്ലാതെ ചോദിക്കാൻ കാരണം ഡിസംബർ 3 നൽകിയ മൊഴിയാണ് ഇപ്പോൾ ഈ 2 ദിവസം മുൻപ് സത്യവാങ്മൂലമായി നമ്മൾ കോടതിയിൽ കണ്ടത്. അതിൻ്റെ അന്വേഷണ നടപടികൾ അതാത് അന്വേഷണ ഏജൻസികളാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരാണത് ചെയ്യേണ്ടത്. അതിന് സമയപരിധി നിർണ്ണയിക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. LDF പറയുന്നത് പോലെയോ UDF പറയുന്നത് പോലെയോ BJP പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ ഇത്രാം തീയതി അന്വേഷണം പൂർത്തിയാക്കി ഇത്രാം തീയതി പ്രതിയെ ശിക്ഷിച്ചു കൊള്ളണം എന്ന് പറയാൻ അന്വേഷണ ഏജൻസികളോടോ കോടതികളോടോ ആവശ്യപ്പെടാനുള്ള യാതൊരു അധികാരവും നമുക്ക് ആർക്കുമില്ല. അപ്പോൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഡിസംബർ 3-ാം തീയതി രേഖപ്പെടുത്തിയ ഒരു മൊഴിയിൽ ഏതാണ്ട് 2 മാസം കഴിഞ്ഞ്, ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പ്രതി പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് തെളിവുകളായി, അല്ലെങ്കിൽ പ്രതി തന്നെ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ മാത്രം നിലനിൽക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് ഒരു അന്വേഷണ ഏജൻസിക്ക് പറയേണ്ടി വരുന്നത് ഒരു പ്രശ്നം തന്നെയല്ലേ? ഒരു പ്രശ്നവുമല്ല. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം, ഇവിടുത്തെ ഇടതുപക്ഷ 2 നേതാക്കന്മാർക്കെതിരെ 12 വർഷങ്ങൾക്ക് മുമ്പ് എയർ ഇന്ത്യ ഓഫീസിൽ സമരം നടത്തിയതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം 12 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിലിട്ടതും. ലാലു പ്രസാദിൻ്റെ കേസാണ് 9 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ലാലു പ്രസാദിനെതിരെ ശിക്ഷ നടന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ നിയമ സംവിധാനവും ഇവിടുത്തെ അന്വേഷണ സംവിധാനവും അതിനാവശ്യമായിട്ടുള്ള സമയമെടുത്തുകൊണ്ട് കുറ്റവാളികൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് യാതൊരു തരത്തിലുള്ള നീതി നിഷേധവും ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ വളരെ വിശദവും സൂക്ഷ്മവും ശാസ്ത്രീയവുമായ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് ശിക്ഷ കൊടുക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, ഇത് ഏകാധിപത്യ രാജ്യമല്ല. ഇത്രാം തീയതിക്കുള്ളിൽ ശിക്ഷ വിധിച്ച് നടപ്പാക്കുന്ന രീതി ഇവിടെ ഇല്ല. അതിന് കുറ്റവാളിക്ക് ആവശ്യത്തിനുള്ള സമയം കൊടുത്തുകൊണ്ട് തന്നെയാണ് കുറ്റാന്വേഷണം നടത്തുക. അതിന് ശാസ്ത്രീയത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് എത്ര സമയമാണോ അന്വേഷണ ഏജൻസികൾക്കും കോടതികൾക്കും എടുക്കേണ്ടി വരിക എന്നുള്ളത് അവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അത് നമുക്ക് ആഗ്രഹമുള്ള സമയത്തിനുള്ളിൽ നടന്നുകൊള്ളണം എന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
ശരി, അങ്ങനെയാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അതിന്മേലുള്ള ഒരു വിധിയെഴുത്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്നാണ്. ആ വെല്ലുവിളി ഇടതുമുന്നണിയും സ്വീകരിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി ഒന്നായാണ് മാറിയത്. എന്നിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും പ്രധാന വിഷയമാക്കി ഈ പ്രചാരണ രംഗത്തിറങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നത് എന്ത്, അതിൻ്റെ പിൻബലം എന്താണ്? ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ അപകടകരമായിട്ടുള്ള കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ഭാര്യയുടെ കയ്യിലുള്ള ഫോണ്, ആ ഫോണിൻ്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വീടുകളിലും മറ്റുള്ളിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഹോമങ്ങളും പൂജകളും യജ്ഞങ്ങളും ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത് എന്ന് അന്വേഷിക്കേണ്ടി വരും. പലരും ചിന്തിക്കും. അപ്പോൾ ഓരോ ദിവസവും പുതിയ അഴിമതികൾ പുറത്തു വരുന്നു, കൊള്ളകൾ പുറത്തു വരുന്നു, വെട്ടിപ്പുകൾ പുറത്തു വരുന്നു. അത് സജീവമായി സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഭരണകൂടം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ മുക്തമായി നിൽക്കേണ്ടതാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടതാണ്. പക്ഷെ പാർട്ടി നയിക്കുന്ന ഭരണകൂടവും പാർട്ടി തന്നെയും അതിൻ്റെ സെക്രട്ടറിയും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഈ കൊള്ളയ്ക്ക് കൂട്ടുപിടിക്കുമ്പോൾ, അതിൽ നിന്നുള്ള ഗുണഫലങ്ങൾ കൊയ്യുമ്പോൾ അത് ചർച്ചാ വിഷയമാക്കേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ കൊള്ള തുടർന്നുകൊണ്ടേ പോവുകയാണ്. കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അന്നും ചിലപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമായി എന്നിരിക്കും. അതിൻ്റെ ഗ്രാവിറ്റി എത്രയാണ് എന്നുള്ളത് ഇടതുപക്ഷത്തിനും അതിൻ്റെ നേതാക്കന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അവർ നടത്തിയിരിക്കുന്ന കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളത് ഇനിയും പുറത്തു വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഒരു വസ്തുതയുടെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തൊക്കെയാണോ ചെയ്യരുത് എന്ന് പറയുന്നത് അതൊക്കെ അവർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, കടല് പോലും ബഹുരാഷ്ട്ര കുത്തക, അമേരിക്കൻ കുത്തകയ്ക്ക് എഗ്രിമെന്റ് വെച്ചിട്ട് MOU വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയല്ലേ? ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പുറത്തു വരികയല്ലേ? അപ്പോൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഭരണധാർമ്മികതയുടെയും പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും അടിത്തറ തന്നെ ഇളകി നിൽക്കുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട എന്നാണോ? അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുക ചെയ്യും. ശ്രീ ജയസൂര്യൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇടതുമുന്നണിക്ക് ഇപ്പോഴൊരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിൻ്റെ പിൻബലം ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും മാത്രം പറഞ്ഞാൽ മതി ഈ സർക്കാരിനൊരു ഭരണ തുടർച്ച ഉറപ്പാക്കാൻ എന്നതാണ് ഇടതുമുന്നണി ക്യാമ്പിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളെ, ആ ആത്മവിശ്വാസത്തെ ഉലയ്ക്കുന്നതായി മാറിയോ ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികളും അമിത്ഷാ ഇന്ന് ഇത് തെരഞ്ഞെടുപ്പ് പ്രധാന വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രസംഗവും? ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ എനിക്ക് LDF ഇത് ബ്ലെസ്സിംഗ് ആയി മാറും. കാരണം ഒരു സഹതാപ തരംഗം ഇതിൻ്റെ പുറത്ത് കേന്ദ്രം, നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരള ഗവൺമെൻറ്റിനെ, CPM-നെ വേട്ടയാടുന്നു എന്നൊരു ഫീലുണ്ടാക്കി. അത് നമുക്കറിയാം, ഓൾറെഡി കേരളത്തിലെ പൊതുസമൂഹത്തിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല, നല്ലൊരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ പിന്നെ വളരെയധികം അപ്രിഹെൻഷൻസ് നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരാൽ വേട്ടയാടിപ്പെടുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്, അത് കൃത്യമായി പറയുമ്പോൾ പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും. മുസ്ലിം കമ്മ്യൂണിറ്റി അടുത്ത ചില പ്രസ്താവനകളൊക്കെ കൊണ്ട് LDF എന്ന് കുറച്ച് അകന്ന് നിൽക്കുക എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിക്ടിംഹുഡ് എന്നുള്ള ഒരു ഫീല് വരികയും വരുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിലെല്ലാം LDF-ന് സാധ്യത കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയുക, ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ LDF-ന് അനുകൂലമായി മാറാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് വികസനത്തിൽ മാത്രം, അല്ലെങ്കിൽ ഈ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി ഈ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് പറയുക മാത്രം ചെയ്താൽ മതി ഭരണ തുടർച്ച ഉറപ്പുവരുത്താൻ എന്നാണോ താങ്കൾ കാണുന്നത്? സഹതാപ തരംഗം ഇവർ ഈ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി കൂടെ വന്നോളുമെന്നാണോ? തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ് മാത്രമല്ല പറയുന്നത്. ഇപ്പം സഖാവ് VS അച്യുതാനന്ദൻ നയിച്ചിരുന്ന 2011 ഗവൺമെൻറ്, അതിനുശേഷം ഉമ്മൻചാണ്ടി നയിച്ചിരുന്ന ഗവൺമെൻറ്, ഇവരെല്ലാം തന്നെ നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റുകളാണ്.
ആ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ തുടരണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ BS-ൻ്റെ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി, ചില സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് ഇന്റേണൽ പ്രശ്നങ്ങളുണ്ടായി. ഒരു ഭാഗത്ത് മോഡി അവിടെ വന്നതിൻ്റെ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഉണ്ടായി, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ പറ്റി. ഇങ്ങനെയാണ് ഈ തുടർഭരണം പലപ്പോഴും ഇല്ലാതായി പോയത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ല LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ൻ്റെ ഉള്ളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല കൂടുതൽ ഘടകകക്ഷികൾ വന്നിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും LDF-ന് ബലികേറാമലയായിരുന്ന സെൻട്രൽ ട്രാവൻകൂറിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം, ഒരു രാഷ്ട്രീയ പാർട്ടി, അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായത്തിലെ ചെറിയൊരു വിഭാഗമെങ്കിലും LDF-ൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഒപ്പം ഞാൻ പറഞ്ഞ പോലെ വികസന പ്രവർത്തനങ്ങളുടെ കണ്ടിന്യൂറ്റി. ഒരു ഇലക്ഷൻ ജയിക്കാൻ മാറി വന്ന കേരളം 100% സാക്ഷരതയുള്ള കേരളത്തിലെ പുതിയ ജനറേഷൻ അഭിരുചികൾ നിർണ്ണയിക്കുന്ന കേരളത്തിൽ ജയിക്കാൻ ഇതൊക്കെ മറ്റ് അബദ്ധങ്ങളൊന്നും കാണിച്ചില്ല, ധാരാളമാണ്. അതിലൂടെ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ ഒരു സാധാരണ തരംഗം കൂടി ആകുമ്പോൾ ഇറ്റ്സ് സീൽഡ്, ഐ തിങ്ക്. ശരി രാഹുൽ, ഇതിനോട് രാഹുലിന് പ്രതികരിക്കാനുണ്ടോ? അതായത് വളരെ ശക്തമായി ഈ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ നടപടികളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഒക്കെ വിഷയമാകുമ്പോൾ ഈ സർക്കാരിൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്നു കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു സഹതാപ തരംഗമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സഹതാപത്തോടു കൂടിയുള്ള ഒരു സമീപനമായിരിക്കും വോട്ടർമാർക്ക് ഈ സർക്കാരിനോടും ഇടതുമുന്നണിയോടും ഉണ്ടാവുക. അതിൻ്റെ ഗുണഭോക്താക്കളെ അവർ മാറാൻ പോകുന്നു. അങ്ങനെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഫക്രുദ്ദീൻ അലി നിരീക്ഷിച്ചത്. ശ്രീ ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നതിനകത്ത് നമുക്ക് അവരെ തെറ്റു പറയാനില്ല. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ പട്ടാപ്പകൽ പിണറായി വിജയൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോക്കറ്റ് പിടിച്ചു കഴിഞ്ഞാലും പോലീസ് പിടിച്ചാലും സഹതാപതരംഗം പിണറായി വിജയൻ ഉണ്ടാകട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞൊരു ആരോപണമായിട്ടൊന്നുമല്ല, പിണറായി വിജയനിൽ നിന്ന് ഇനിയും അതുകൂടി മാത്രമേ കേൾക്കാൻ ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അതൊരു സഹതാപതരംഗമാകും എന്ന് ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾക്ക് അഭിപ്രായമുണ്ട് എങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന ഒരു നിരീക്ഷകനാണ് അദ്ദേഹം അങ്ങനെ ചൈൽഡിഷായി പറഞ്ഞതിനകത്ത് എനിക്കൊന്നും പറയാനില്ല അതിനകത്ത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപി, ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിച്ചപ്പോൾ ശ്രീ ഗോപി എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. എന്ത് തരം വേട്ടയാടലാണ് നരേന്ദ്രമോദി അമിത്ഷാ ഭരണം സംസ്ഥാന സർക്കാരിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നേരത്തെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു. ഇവിടെ BJP-യുടെ പ്രതിനിധി തന്നെ പറഞ്ഞു, ഇവിടെ ലല്ലു പ്രസാദ് യാദവിനോട് നടത്തിയ വെല്ലുവിളിയോ, അല്ലെങ്കിൽ DK ശിവകുമാറിനോട് നടത്തിയ വെല്ലുവിളിയോ, അല്ലെങ്കിൽ P ചിദംബരത്തോടും അദ്ദേഹത്തിൻ്റെ മകനോട് നടത്തിയ വെല്ലുവിളിയോ, അതുപോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒന്ന് നുള്ളി നോവിക്കാനെങ്കിലും അമിത്ഷായും നരേന്ദ്രമോദിയും തയ്യാറായിട്ടില്ലാത്തൊരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ സംസ്ഥാനത്ത് രണ്ട് സുപ്രധാനമായ വിഷയങ്ങൾ, ഒന്ന് കർഷക നിയമവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടും ഈ സംസ്ഥാനം രാഷ്ട്രീയ ഭേദമില്ലാതെ ഭരണവും പ്രതിപക്ഷവും ഒന്നിച്ച് നിയമസഭയ്ക്കകത്ത് നിന്നപ്പോൾ പോലും പേരെടുത്ത് നരേന്ദ്രമോദി ഒന്ന് വിമർശിക്കുവാൻ തയ്യാറാകാതെ അതേ അവിടുന്ന് അങ്ങൂന്നേ എന്നൊക്കെ വിളിക്കുന്ന പിണറായി വിജയൻ തിരിച്ച് അവരെയും വേദനിപ്പിക്കാറില്ല. അപ്പോൾ ഇത് ഒരു പരസ്പരം വേദനിപ്പിക്കാതിരിക്കുന്ന ഒരു ഫോർമുലയാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ലാവലിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി. ഈ സ്വർണ്ണക്കടത്ത് പോലും ഈ കേസ് ഇങ്ങനെ നിരന്തരമായി വൈകിപ്പിക്കുകയും അട്ടിമറിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് BJP-യുടെ ലീഡർഷിപ്പിന് വലിയ ഡയറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിങ്ങൾ പറയുന്നു യാതൊരു വിധമായ ക്രെഡൻഷ്യലും ഇല്ലാത്തയാളാണ് സ്വപ്ന, അങ്ങനെ തന്നെ ചെയ്തോട്ടെ. ആ സ്വപ്നയുടെ ഒരു 164 സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത് കസ്റ്റംസ് എന്ന ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ പക്കൽ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അതങ്ങ് പുറം ലോകത്തെ അറിയിച്ചേക്കാമെന്ന് പറഞ്ഞൊന്നും വന്നതല്ല. ഡിസംബർ 3-ാം തീയതി കിട്ടിയ 164 സ്റ്റേറ്റ്മെന്റ് വരാൻ പോലുമുള്ള കാരണം ജയിൽ വകുപ്പ് കസ്റ്റംസിനെതിരായിട്ട് കോടതിയിൽ നടത്തുന്ന ഒരു കോടതി വ്യവഹാരമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റംസ് നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ മാത്രമാണ് ആ 164 സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തേക്ക് വിടുന്നത്. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അവരോട് ഏറെ ആഭിമുഖ്യമുള്ള, അവരോട് വലിയ വിധേയത്വമുള്ള ഒരു മുഖ്യമന്ത്രി ഇതിൽ കൂടുതൽ അവർക്ക് എങ്ങനെയാണ് സംരക്ഷിക്കുവാൻ കഴിയുന്നത്? അങ്ങനെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്നില്ലേ? ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് കസ്റ്റംസ് ഈ സത്യവാങ്മൂലം കൊടുത്തത് 160. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. നിയമപരമായ അത്തരം ഒരു സന്ദർഭത്തിലല്ലേ ഇത് പറയേണ്ടതായിട്ടുള്ളൂ, അല്ലാതെ കസ്റ്റംസിന് പറയണോ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്? 164 സ്റ്റേറ്റ്മെന്റ് കിട്ടിയെന്ന് പബ്ലിക്കിനോട് പറയണ്ട, കോടതിയോടും പറയണ്ട. പക്ഷേ ഈ 164 സ്റ്റേറ്റ്മെന്റ് വാങ്ങി കൈ കിട്ടിയിട്ട് എട്ടായി മടക്കി പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടല്ലോ 164 സ്റ്റേറ്റ്മെന്റ്. ആ 164 സ്റ്റേറ്റ്മെന്റിന് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ഈ കസ്റ്റംസ് എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഈ കസ്റ്റംസിന് പിണറായി വിജയനെ വേട്ടയാടുന്നത് കൊണ്ടാണോ പിണറായി വിജയനെ ഇന്നത്തെ ദിവസം വരെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകാത്തത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യുവാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ കസ്റ്റംസ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഗോപി പറയുന്നത്, ശ്രീ ഫക്രുദ്ദീനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ എന്തോ കേന്ദ്ര സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. അത് വേട്ടയാടലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ്.
ഈ ശരി, പിന്നെ എന്ന് എത്രയോ ബോബി കൃഷ്ണൻ social പറഞ്ഞിട്ടില്ല activists-കളെ, എന്ന് എത്രയോ ഫക്രുദ്ദീൻ political അലി നിരീക്ഷിച്ച activists-കളെ. കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ശരി, അല്ല, ഞാൻ വളരെ ചെറിയൊരു അതിനകത്തൊരു ദുസ്സൂചന ഉള്ളതുപോലെ എനിക്ക് തോന്നി. ശരി, ഞാൻ വളരെ ചെറിയൊരു ഇടവേള എടുക്കുന്നു. ഈ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഇന്ന് അമിത്ഷാ ഈ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തെ ബാധിക്കുമോ? നമ്മൾ ചർച്ച ചെയ്യും ഇടവേളയ്ക്ക് ശേഷം. എൻകൗണ്ടർ തുടരുന്നു. ശ്രീ ജയസൂര്യൻ, നിങ്ങൾ ഈ സർക്കാരിനെ ഈ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും അടക്കമുള്ള വിവാദങ്ങളിൽപ്പെടുത്തി അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കാം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്ക് കൂട്ടുമ്പോൾ, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി നിങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിന് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സംശയം ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നടക്കുന്നു എന്നാണ്. ഡിസംബർ 3 രേഖപ്പെടുത്തിയ ഒരു മൊഴി, അതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് ഒരു അന്വേഷണവും നടത്താനില്ല, ഒന്നും പുതുതായി കണ്ടെത്താനില്ല. അതുതന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ അതിൽ പറയുന്നു 164 സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയാണ് വിവരങ്ങളെന്ന്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ 2019 തന്നെ പരാതിയായി പ്രതിപക്ഷം ഉന്നയിച്ചിട്ടും അപ്പോഴൊന്നും നടപടിയെടുക്കാതെ ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ കിഫ്ബി ED അതിൻ്റെ കേസുമായി മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമാണ്. അതിനപ്പുറം ഒരു അണ്ടർഗ്രൗണ്ടിൽ മറ്റൊരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇടതുമുന്നണി CPIM-ഉമായി BJPക്ക്. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ UDF-ന്റെ രാഷ്ട്രീയ ആരോപണം. അതിനുകൂടി നിങ്ങൾ മറുപടി പറയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ? ഗോപികൃഷ്ണ, ഈ ചോദ്യം വരാൻ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ ചോദ്യം ചോദിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട്. കാരണം കേരളത്തിലെ LDF-ഉം UDF-ഉം ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്. LDF ആണ് പറയുന്നതെങ്കിൽ പറയും കോൺഗ്രസും BJPയും കൂടെ ഒത്തുകളിക്കുകയാണ്. അത് തിരിച്ചാണ് പറയുന്നതെങ്കിൽ പറയും CPM-ഉം BJPയും കൂടെ ഒത്തുകളിക്കുകയാണ്. രണ്ടുപേരും ഒരുപോലെ എപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഈ ചർച്ചയിൽ പോലും ഒരു സിംഹഭാഗ സമയവും പറയുന്നത് ഇത് തന്നെയാണ്. LDF-ഉം BJPയും ഒത്തുകളിക്കുന്നു, UDF-ഉം BJPയും ഒത്തുകളിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇത് കേരളീയ സമൂഹം അറിയേണ്ടതാണ്. ഇന്ത്യയിൽ 130 കോടി ജനങ്ങളാണ്. അതിൽ 127 കോടി ജനങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴും LDF, അതായത് CPM-ഉം കോൺഗ്രസും ഒരേ മുന്നണിയിലെ 2 ഘടക കക്ഷികളും ആത്മസുഹൃത്തുക്കളുമാണ്. പക്ഷെ കേരളത്തിൻ്റെ അതിർത്തിക്കകത്തേക്ക് വരുമ്പോൾ മാത്രം ഇവർ ബദ്ധവൈരികളെ പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്ന് ഇവർക്ക് 2 കൂട്ടർക്കും അറിയാം. CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്, അവരിതൊക്കെ കാണുന്നുണ്ട് എന്നറിയാം. ആ ജാള്യത, ആ ഇളിഭ്യത, ആ സങ്കോചം മറച്ചു വെക്കാൻ വേണ്ടി ഇവർ 2 പേരും ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു നാടകമാണ് കോൺഗ്രസ് BJP ബന്ധം, CPM BJP ബന്ധം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത് കേട്ടോ എന്നുള്ള ആ ഒരു കണ്ണിൽ പൊടിയിടിയിലാണ്. കേരളത്തിൻ്റെ അതിർത്തി കടന്നാൽ ഇന്ത്യ മുഴുവൻ നോക്കൂ, CPM-ഉം കോൺഗ്രസും ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ഒരേ വേദിയിൽ നിൽക്കുന്നു, ഒരേ കൊടിയിൽ 2 ചിഹ്നവും പ്രിന്റ് ചെയ്യുന്നു, ഒരേ വേദിയിൽ പ്രസംഗിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ആണെങ്കിലും യെച്ചൂരി ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് പ്രസംഗിച്ചിട്ട് തമിഴ്നാടിൻ്റെ അതിർത്തി കടന്ന് അവിടുത്തെ ഇലക്ഷന് ചെല്ലുമ്പോൾ 2 പേരും കെട്ടിപ്പിടിച്ച് കൈവക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കേരളത്തിനകത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ കോൺഗ്രസ് BJP ബന്ധം, CPM BJP ബന്ധം എന്ന് പരസ്പരം ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ എന്താ കേസ് അന്വേഷിക്കാത്തത്, 4 ദിവസമായില്ലേ, 8 ദിവസമായില്ലേ, 10 ദിവസമായില്ലേ, 100 ദിവസമായില്ലേ, ഇങ്ങനെയാണോ അന്വേഷിക്കുന്നത്, ഇത് ഒത്തുകളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇവർക്കൊക്കെ അറിയാം. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളും ഇന്ത്യയിലെ നിയമ സംവിധാനവും വെച്ചിട്ട് എത്രയോ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടായിരിക്കാം തീരുമാനം ഉണ്ടാവുക. നേരത്തെ പറഞ്ഞല്ലോ ശ്രീ രാഹുൽ, താങ്കളുടെ മറുപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളുടെ മറുപടി, ഒപ്പം തന്നെ ഫക്രുദ്ദീൻ അലി താങ്കളുടെയും. ശ്രീ രാഹുൽ ആദ്യം. അല്ല, ഈ കേരളത്തിന് പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിനകത്ത് CPM ഏതാണ്ട് കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയുമായി ചേർന്നിട്ട് നീക്കുപോക്കുണ്ടാക്കി അവരുടെ സഹായത്തോടു കൂടി നിലനിന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള തമാശയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ രാജ്യത്ത് സാധ്യമായ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടികളെയും, ഈ രാജ്യത്ത് ഈ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെ പ്രതിരോധിക്കുവാൻ സാധ്യമാകുന്ന എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടികളെയും ഒരു കുടക്കീഴിൽ അണിചേർക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക എന്ന് മാത്രമല്ലല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ കാലഘട്ടത്തിലെയും ഉത്തരവാദിത്വം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഭാഗമാകുവാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമായിരുന്നു പ്രധാനപ്പെട്ട മോട്ടോ എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫാഷിസ്റ്റ് ശക്തികളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പിന്നെ കേരളത്തിനകത്ത്
BJP CPM തമ്മിലുള്ള ധാരണകളെ പറ്റിയൊക്കെ എത്രയോ അവസരങ്ങളിൽ തെളിവ് സഹിതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ BJP ഏതാ CPM ഏതാണ് എന്ന് നമുക്കറിയില്ല. കാരണം BJPക്കാർ നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ എല്ലാ പാർട്ടി CPM പാർട്ടി ഓഫീസിൻ്റെ വാതിക്കെ ഒരു ലിറ്റർ അപ്പെക്സ് അൾട്ടിമ പെയിന്റുമായിട്ട് നിൽക്കുകയാണ്. ആ ഓഫീസുകളുടെയൊക്കെ പെയിന്റ് മാറ്റിയിട്ട് BJP കാര്യാലയം മാറ്റി എഴുതുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സംഘടനകൾ അത്രമാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ശരി ഫക്രുദ്ദീൻ അലി. അല്ല, ഇതിൽ പറഞ്ഞ രാഹുൽ പുതുതായിട്ട് വന്നിട്ടുള്ള പുതുതായിട്ടല്ല കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺസിൽ വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല സ്പാർക്കുള്ള വളരെ മാന്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഞാൻ നേരിട്ട് പരിചയമില്ല, എനിക്ക് വലിയ ഇഷ്ടമാണ് ചാനലിൽ ചർച്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശ എന്ന് വെച്ചാൽ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പിണറായി വിജയനെ ആരെയും പോക്കറ്റ് അടിച്ചു എന്ന് ആരെയും കംപ്ലയിൻറ്റ് കൊടുത്താൽ അത് നമ്മളെപ്പോലുള്ള ആളുകളും അതുപോലെ തന്നെ ആ പാർട്ടിക്കാരും എല്ലാം തന്നെ ഒരു അഭിമാനമായി കരുതുന്ന അത് അഭിമാനമായി കരുതുക ആ പാർട്ടിക്കാർ. അപ്പം നമുക്കങ്ങനെ കരുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, അത് നിങ്ങൾക്ക് മറ്റ് കൊറാബറേറ്റീവ് എവിഡൻസ് കൊടുക്കാനില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു വിഷയമില്ല, അങ്ങനെ ഒന്നുമില്ല. ഒരാളിങ്ങനെ പറയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഒന്നുമില്ല. അവിടെയാണ് പ്രശ്നം രാഹുൽ. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവുമായിരുന്നു, മൊത്തം നിങ്ങൾക്ക് അനുകൂലമായി പറയേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. ഇപ്പം 2 മാസമായിട്ട് ഈ റിപ്പോർട്ടിന് നമ്മൾ അടയിരിക്കുകയല്ലേ ഈ കസ്റ്റംസും മറ്റാളുകളും. അവർക്ക് എന്തുകൊണ്ട് മറ്റ് കൊറാബറേറ്റീവ് എവിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? ഇവർ മീറ്റ് ചെയ്തതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിഫ് ഹൗസ് ഒക്കെ നോക്കിയില്ലേ, ക്ലിഫ് ഹൗസ്, പിന്നെ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ക്യാമറ, ഇതൊക്കെ നോക്കാമെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നോക്കുന്നില്ല? നിങ്ങൾ നോക്കേണ്ട കാര്യം ജലീലുമായിട്ട് ബന്ധപ്പെട്ട ജലീലിന് എന്ന് അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ്. എന്താ ജലീൽ വണ്ടി കൊടുത്ത് വിട്ടെന്നോ അതിൻ്റെ GPS ഊരിയെന്നോ നാളെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ആയിരുന്നു എന്നോട് പിന്നെ അന്ന് രാജേഷ് ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജലീൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ ശക്തമായ തെളിവ് എവിഡൻസസ് ഒക്കെ ആയിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ നിരത്തിയത്. അപ്പം ഇങ്ങനെ ചില ഊഹാപോഹങ്ങളല്ലാതെ രാഹുലിന് അറിയാലോ കൊറാബറേറ്റീവ് എവിഡൻസസ് വേണം. അപ്പം പ്രത്യേകം കേരളം പോലത്തെ സമൂഹത്തിൽ രാഹുലും ഞാനും ജയസൂര്യനൊക്കെ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ, ഗോപി ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ നമുക്ക് കൊറാബറേറ്റീവ് എവിഡൻസസ് വേണം. അതല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആരെയാണോ അക്യൂസ് ചെയ്യുന്നത് അവർ ശക്തിപ്പെടുകയുള്ളൂ. അതാണ് രാഹുൽ. ഏതായാലും സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരികയോ അത് തെളിയിക്കപ്പെടുകയോ ചെയ്താലും ഇല്ലെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു സജീവ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ വികസനം മാത്രം മുന്നോട്ട് വെച്ച് വോട്ട് തേടാം എന്ന ഇടതു മുന്നണിയുടെ തന്ത്രങ്ങൾക്ക് പുതുമ വരുത്തേണ്ടി വരും. ഇതിനോട് പ്രതികരിക്കുകയും മറുപടി പറയേണ്ടിയും വരും. കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ ചർച്ച വിട്ടൊഴിയില്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി 100 ന്യൂസുമായി അനുജിത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്. Number 1 Election Channel 24.